യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിത നടപടികൾ ചിട്ടപ്പെടുത്തണം, ക്രമീകരിക്കണമെന്ന് ഞാൻ ആദ്യമേ ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് മാസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഹജ്ജുമായി ബന്ധപ്പെട്ട ആലോചനയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ബലി അറക്കുക എന്നുള്ളത്. ഹജ്ജിന് പോയ ആളുകൾ മാത്രമല്ല, ഹജ്ജിന് പോകാതെ അവരവരുടെ നാടുകളിൽ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നവരും ബലി അറുക്കാൻ ബാധ്യതയുള്ളവരാണ്. ബലി എന്നു മുതലാണ് തുടങ്ങിയത്. നാം മനസ്സിലാക്കുന്ന ചരിത്രമനുസരിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ബലിയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വ്യക്തമായ പ്രസ്താവനയുണ്ട്. അതിന്റെ അർത്ഥം അതിനു മുമ്പ് ബലി ഉണ്ടായിരുന്നില്ല എന്ന നിലയിൽ മനസ്സിലാക്കേണ്ടതില്ല. അതിനു മുമ്പ് നടന്ന ബലികർമ്മങ്ങളെ കുറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പ് മറ്റൊരു നബിയുടെ നേതൃത്വത്തിൽ ബലി നടന്നതിനെ കുറിച്ച് ഖുർആനിൽ ചരിത്രത്തിൽ അതുപോലെ വ്യക്തതയുള്ള ഒരു വിശദീകരണം, പരാമർശം ഇല്ല എന്ന് മാത്രമേ അർത്ഥമാക്കേണ്ടതുള്ളൂ. ഖുർആനിൽ സ്വലാത്തിനോട് ചേർത്ത് പറഞ്ഞ കാര്യമാണ് ബലി. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. നീ അള്ളാഹുവിന് വേണ്ടി സ്വലാത്ത്, നമസ്കാരം നിർവഹിക്കണം. നീ അള്ളാഹുവിന് വേണ്ടി നെഹർ, ബലിയും നിർവഹിക്കണം. ഈ സ്വലാത്ത്, നമസ്കാരം നിർവഹിക്കണം എന്ന് പറയുന്നതിന് മുമ്പ്, നെഹർ, ബലി നിർവഹിക്കണം എന്ന് പറയുന്നതിന് മുമ്പ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്നാണ്. ധാരാളം നൽകിയിട്ടുണ്ട് എന്ന്. ആ ധാരാളത്തിന് ധാരാളം അർത്ഥങ്ങളുമുണ്ട്. ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നെഹ്ർ എന്നത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഖുർആനിൽ സ്വലാത്തിനോട്, നമസ്കാരത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞ കാര്യവുമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുന്നത്, ഇബ്രാഹിം നബിക്ക് ചെറുപ്പകാലത്ത് പുത്ര സൗഭാഗ്യം ലഭിച്ചിട്ടില്ല. ഒരു കുട്ടി ഉണ്ടാകണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുകയുണ്ടായി. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. സ്വാലിഹീങ്ങളിൽ പെടുന്ന ഒരു പിന്മുറക്കാരനെ, ഒരു സന്താനത്തെ എനിക്ക് നൽകണമേ എന്നായിരുന്നു ആ ദുആ. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. ഹലീമായ, സഹന ശക്തിയുള്ള, ഭാവിയിൽ സഹനം കൊണ്ടും പാകത കൊണ്ടും പക്വത കൊണ്ടും ഒക്കെ അറിയപ്പെടാൻ പോകുന്ന ഒരു മകനെ നൽകിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു അനുഗ്രഹിച്ചു. ആ മകന്റെ പേരാണ് ഇസ്മായിൽ. ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ ഖാല യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ആ കുഞ്ഞിനെ ബലം വെച്ചപ്പോൾ, ഓടിക്കളിക്കുന്ന പ്രായഘട്ടത്തിലെത്തിയപ്പോൾ, പ്രായമുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു സഹായിയായും ഒരു കൂട്ടാളിയായും ഒരു കൈത്താങ്ങായും ആ കുഞ്ഞ് വളർച്ച മുറ്റിയപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു കൽപ്പിക്കുകയാണ് അറുക്കണമെന്ന്. ഇനി അറാഫിൽ മനാമി അന്നി അദ്ബഹുക. സ്വപ്ന സന്ദേശമായിട്ടാണ് അത് നൽകിയത്. നബിമാർക്ക്, റസൂലുമാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സന്ദേശം നൽകുന്ന പല രീതികളിൽപ്പെട്ട ഒരു രീതിയാണ് സ്വപ്ന സന്ദേശം എന്ന് പറയുന്നത്. സാധാരണ ഒരാൾ സ്വപ്നം കാണുന്നത് പോലെ അല്ല ഒരു നബിയുടെ, ഒരു റസൂലിന്റെ സ്വപ്നം എന്ന് പറയുന്നത്. അങ്ങനെ സ്വപ്ന സന്ദേശത്തിലൂടെ കിട്ടിയ ആ കൽപ്പന അനുസരിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ വിവരം അറിയിച്ചു. മകനും അത് സമ്മതിച്ചു. മകൻ പറഞ്ഞത് പൊന്നുപ്പ, കൽപ്പനയുണ്ടെങ്കിൽ നടപ്പിലാക്കണമെന്നാണ്. കൽപ്പനയുണ്ടെങ്കിൽ നടപ്പിലാക്കുക, അതാണ് ദീനീ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. കൽപ്പനയുണ്ടോ അത് നടപ്പിലാക്കണം.
മനുഷ്യനെ ബലി അറുക്കാമോ? കൽപ്പനയുണ്ടെങ്കിൽ നടപ്പിലാക്കണം. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യാമോ? കൽപ്പനയുണ്ടെങ്കിൽ സുജൂദ് ചെയ്യണം. അങ്ങനെ സുജൂദ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ ഇബ്ലീസ് തോറ്റുപോയത്. എങ്ങനെയാണ് ഇബ്ലീസ് കാഫിറായത്? അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞിട്ടാ? അല്ല. പരലോകില്ല എന്ന് പറഞ്ഞിട്ടാ? അല്ല. ഇബ്ലീസ് കാഫിറായത് കൽപ്പന അനുസരിക്കുവാൻ കഴിയാതെ പോയത് കൊണ്ടാണ്. കൽപ്പന അനുസരിക്കാൻ കഴിയാതെ പോകുന്നതിന്റെ പേരാണ് കിബിർ. കിബിർ എന്ന് പറഞ്ഞാൽ ഞാൻ വലുതാവുക. കൽപ്പന അനുസരിക്കുക എന്ന് പറഞ്ഞാലോ അള്ളാന്റെ മുന്നിൽ ഞാൻ ചെറുതായി കൊടുക്കുക. അതാണല്ലോ നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉദ്ഘാടന വാക്യമായി പറയുന്നത് അല്ലാഹു അക്ബർ. നീ വലിയവൻ, നീ ഏറ്റവും വലിയവൻ, നീ മാത്രം വലിയവൻ. നീ കുനിയാൻ പറഞ്ഞാൽ കുനിയും, നിവരാൻ പറഞ്ഞാൽ നിവരും, കുമ്പിടാൻ പറഞ്ഞാൽ കുമ്പിടും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, തുടങ്ങാൻ പറഞ്ഞാൽ തുടങ്ങും, നിർത്താൻ പറഞ്ഞാൽ നിർത്തും. ഇതിന്റെ പേരാ തൗഹീദ്, ഇതിന്റെ പേരാ ഇബാദത്ത്. ഈ തൗഹീദ്, ഈ ഇബാദത്ത്, ഈ അനുസരണശീലം ഇബ്ലീസിന് നഷ്ടപ്പെട്ടു പോയി. ഇബ്ലീസ് ആകുന്നതിന് മുമ്പ് ചിലർക്കാരനല്ല. ഇബ്ലീസ് ആകുന്നതിന് മുമ്പ് മലക്കുകളുടെ മജ്ലിസിൽ ഇരിക്കുവാൻ, മലക്കുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഒന്നിച്ചിരിക്കുന്ന അൽ മലഉൽ അഅല എന്ന് പറയുന്ന പടച്ചവന്റെ ഒരു സുപ്രീം കൗൺസിൽ ഉണ്ട്. ആ പടച്ചവന്റെ സുപ്രീം കൗൺസിലിൽ പോയിരിക്കുവാൻ, അൽ മജ്ലിസുൽ അഅലയിൽ പോയിരിക്കുവാൻ അനുവാദമുണ്ടായിരുന്ന ജിന്നുകളിൽപ്പെട്ട മുഅ്മിനായ, മുസ്ലിമായ, മുഖ്ലിസായ, ആലിമായ മനുഷ്യന ഒരു വ്യക്തിയായിരുന്നു ഇബ്ലീസ്. ആ ഇബ്ലീസ് മജ്ലിസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അല്ലാഹുവാണ് വലുത്. അള്ളാഹുവിന്റെ മുന്നിൽ മറ്റൊന്നില്ല. അള്ളാഹുവെ സ്നേഹിക്കേണ്ടതുപോലെ വേറൊരാൾക്ക് ഞാൻ സ്നേഹം കൊടുക്കില്ല. പ്രായം ഏറെ ചെന്നപ്പോൾ കുഞ്ഞിക്കാല് കണ്ടു. ആ കുഞ്ഞിക്കാലിനെ വളർച്ച മുറ്റിയപ്പോൾ എന്നോടൊപ്പം ഓടാനും ചാടാനും തുടങ്ങി. ആ കുഞ്ഞിനെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു, പക്ഷെ അതിനേക്കാൾ ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. അതാണ് ബലിയുടെ അർത്ഥം. അല്ലദീന ആമനൂ അശദ്ദ ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനാണെങ്കിൽ കുഞ്ഞിനോടുള്ള, വീടിനോടുള്ള, പണത്തോടുള്ള, സമ്പാദ്യത്തോടുള്ള, സൗകര്യങ്ങളോടുള്ള എല്ലാറ്റിനോടുമുള്ള സ്നേഹത്തിന്റെ മുകളിൽ പടച്ചവനോടുള്ള സ്നേഹം സാക്ഷാത്കരിക്കപ്പെടണം. അതിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്നദ്ധനാണോ എന്ന പരിശോധനയാണ് അള്ളാഹു നടത്തിയത്. ഇബ്രാഹിമും റെഡി, ഇബ്രാഹിമിന്റെ പൊന്നുമോൻ ഇസ്മായിലും റെഡി. അങ്ങനെ റെഡിയാണ് എന്ന് ഉറപ്പ് കിട്ടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഅ്യ. ഈ കണ്ട ഗിനാവ് നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. റെഡിയല്ലേ അറക്കാൻ? ഓ റെഡി. അറക്കാൻ വേണ്ടി കിടന്നു തരാൻ നിന്റെ മോനും റെഡിയല്ലേ? ഓ റെഡി. ഖദ് സദ്ദഖ്ത റുഅ്യ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. അറക്കേണ്ടതില്ല, അറക്കാൻ റെഡിയാണോ എന്ന് നോക്കിയതാണ്. പക്ഷെ അതോടുകൂടി അറവ് നിർത്തി വെക്കുകയല്ല. അറവ് അതിനെ തുടർന്ന് ആ സംഭവത്തെ മുൻനിർത്തി നടപ്പിലാക്കുകയാണ് ചെയ്തത്. ഇന്നഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ വഫദൈനാഹു ബിദ്ബിഹിൻ അദീം. ഇതൊരു കടുപ്പമേറിയ വ്യക്തതയുള്ള പരീക്ഷണമായിരുന്നു ഇബ്രാഹിം. നീ അതിൽ വിജയിച്ചിരിക്കുന്നു ഇബ്രാഹിം. നിനക്ക് ഞാനിതാ ബിദ്ബിഹിൻ അദീം, നല്ല ഉശിരുള്ള കൊഴുത്ത കൊമ്പുള്ള ഒരു ആടിനെ കൊടുത്തയക്കുകയാണ്. അളീമായ റിബ്ഹിനെ കുറിച്ച് ഉലമാക്കൾ പറയുന്നത് രണ്ടു നിലക്കും അത് അളീമാണ്. അതുവഴി കിട്ടാൻ പോകുന്ന പ്രതിഫലം അളീമാണ്, വലുതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ആടിനെയും കൊണ്ട് വന്നു. കൊഴുത്ത ആടാൻ, ബലമുള്ള ആടാൻ, നല്ല ഉശിരുള്ള ആടാൻ. ഈ ഉശിരുള്ള ബലമുള്ള കൊഴുത്ത ആടിനെ അറുക്കൂ ഇബ്രാഹിം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് സമാപനം കുറിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ടും സംഭവിച്ചിരിക്കുന്നു, ബലിയുടെ ആത്മാവും ബലിയുടെ കർമ്മവും. ഇബാദത്ത് നമ്മൾ സുപ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇബാദത്തിൽ കർമ്മവുമുണ്ട്,
ആത്മാവുമുണ്ട്. ഇബാദത്തിൽ അമലുമുണ്ട്, മഖ്സദുമുണ്ട്. കർമ്മവും ലക്ഷ്യവും രണ്ടും ചേരുന്നതാണ് ഇബാദത്ത്. ലക്ഷ്യം നേടിയാൽ പോരെ, കർമ്മം അങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ടോ? ഇത്ര കാലമായി അറുക്കുന്നു, ഇനിയൊരു മാറ്റം വരുത്തിക്കൂടെ? അറിവ് തന്നെ വേണം. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ മൃഗങ്ങളെ പിടിച്ചറക്കാൻ ചെലവഴിക്കണം. ആരാണ് ചോദിക്കുന്നത്? ചോദിക്കുന്നത് ഈ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ ഉടമ താനാണ് എന്ന കിബിറ് കൊണ്ട് നടക്കുന്നവനാ. ഈ കാശ് നിന്റെതാ അല്ല. മൃഗങ്ങളെ വാങ്ങി അറക്കണം, മൃഗങ്ങളുടെ കഴുത്തിൽ കത്തി വെക്കണം, ചോറ് എടുക്കണം. ഈ മൃഗങ്ങൾ നിന്റെതാ അല്ല. കാശി എന്നതല്ല, മൃഗങ്ങളും എന്നതല്ല. ജീവൻ പോക്കണം, ജീവൻ നീ നൽകിയതാ അല്ല. എന്റേതല്ലാത്ത കാശ്, എനിക്ക് യാതൊരു പങ്കുമില്ലാത്ത മൃഗങ്ങൾ, ഞാൻ നൽകിയതല്ലാത്ത ജീവൻ, ഇത് കളയണം എന്ന് ആരാ പറഞ്ഞത്? ഇത് കളയണമെന്ന് പറഞ്ഞത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ചിലർ പറയുന്നു അതൊന്ന് പുനർവായിക്കണം, അതൊന്ന് പുനഃക്രമീകരിക്കണം. ബലി തന്നെ വേണമെന്നില്ല, ബലിക്കാശ് കൊണ്ട് വീടുണ്ടാക്കിയാലും മതി. ബലി തന്നെ വേണമെന്നില്ല, ബലിക്കാശ് കൊണ്ട് ആരുടെ ഓപ്പറേഷൻ നിർവഹിച്ചു കൊടുത്താൽ മതി. ബലി തന്നെ വേണമെന്നില്ല, ബലിക്കാശ് കൊണ്ട് റിലീഫ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചാൽ മതി. പുനർവായിക്കണം, പുനരാലോചിക്കണം. പുനർവായിക്കുന്നതിനും പുനരാലോചിക്കുന്നതിനും ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഈ പുനർവായിക്കാനും പുനരാലോചിക്കുവാനുമുള്ള ബുദ്ധി, ആ ബുദ്ധി ദീനുൽ ഇസ്ലാമിൽ കൊണ്ടുപോയി ചിലവഴിക്കുമ്പോൾ ഈ ദീൻ അള്ളാഹുവിന്റെ ദീനാണ് എന്ന് അംഗീകരിക്കണം. ഈ ദീൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അംബിയാ മുർസലുകളിലൂടെ പഠിപ്പിച്ച് ഖാതമുൽ അംബിയാ അഹ്മദ് മുജ്തബ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിച്ചു തന്ന ദീനാണ് എന്ന് മനസ്സിലാക്കണം. ഇത് എന്റെ തലയിൽ വെളിപ്പെടുന്ന ഒരാശയത്തിന്റെ പേരല്ല, എന്റെ ബുദ്ധിയിൽ തെളിയുന്ന ഒരു കാഴ്ചപ്പാടിന്റെ പേരല്ല. എന്റെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും രൂപപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യുന്ന ദീനിനെ അള്ളാഹുവിന്റെ ദീന് എന്ന് പേരിടണമെന്നില്ല. ഒരാൾക്ക് ബുദ്ധി കൊണ്ടൊരു ദീൻ ഉണ്ടാക്കാം, ആ ദീനിനെ ബുദ്ധി കൊണ്ടൊരു പേരും ഇടാം. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു അവന്റെ അംബിയാ മുർസലുകളിലൂടെ നമുക്ക് കൈമാറ്റം ചെയ്തു തന്ന ആശയത്തിന്റെയും ആ ആശയപ്രകാരമുള്ള കർമ്മപരിപാടികളുടെയും പേരാണ്. അറബി ഭാഷയിൽ അതിന് അൽ മുതവാത്തിർ എന്ന് പറയും. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ദീൻ. ഷഹാദത്ത് കലിമ ഒരുപാട് കാലമായില്ലേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് തന്നെ പറയുന്നു. ഒന്ന് മാറ്റി പിടിച്ചാലോ? നമസ്കാരം, സ്വലാത്ത്, 5 നേരം, സുബ്ഹ്, ദുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ. നമ്മുടെ സ്കൂളിന്റെയും കോളേജിന്റെയും നമ്മുടെ എഞ്ചിനീയർമാരുടെയും ഡോക്ടർമാരുടെയും ഒക്കെ സമയക്രമവുമായി ബന്ധപ്പെട്ടിട്ട് അതിന് അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ തന്നെ 3 നേരം വേണോ? സ്വലാത്ത് തന്നെ വേണോ? അനുസരണം ഉണ്ടായാൽ പോരെ. സക്കാത്ത് തന്നെ വേണോ? ചാരിറ്റി പ്രവർത്തനം നടത്തിയാൽ പോരെ. ഹജ്ജ്, ഉംറ എന്നൊക്കെ പറഞ്ഞ് കെട്ടുമായി പെട്ടിയുമായി 10-40 നാടുകൾ അധ്വാനിച്ച് പണിയെടുത്ത് യാത്ര ചെയ്ത് മരുഭൂമിയിലൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടി കറങ്ങി തമ്പുകളിലൊക്കെ താമസിച്ച് ചുട്ടുകൊള്ളുന്ന സൂര്യന്റെ താഴെ അറഫയിൽ കഴിച്ചുകൂട്ടി സൗകര്യങ്ങളൊന്നുമില്ലാതെ മുസ്ദലിഫയിൽ അന്തി ഉറങ്ങി തിരക്ക് കൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടുന്ന മതാഫിൽ പോയി തവാഫ് നടത്തി, മസ്അയിൽ പോയി സഅയ് നടത്തി, ഹജറുൽ അസ്വദിനെ ചുംബിച്ച് അപകടങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ജംറയിൽ പോയി കല്ലറിഞ്ഞ് ഇതൊക്കെ വേണോ? നാട്ടിൽ ഇരുന്നതുമായിരുന്നാൽ പോരെ. ഇങ്ങനെ യുക്തിയെ, ബുദ്ധിയെ, അവനവന്റെ ആലോചനകളെ, അവനവന്റെ ചിന്തകളെ ചെലവഴിക്കുകയാണെങ്കിൽ, അങ്ങനെ ചിലവഴിച്ച് മാറ്റം വരുത്തുകയാണ് എങ്കിൽ ഈ ബലിയിൽ മാത്രമൊന്നും അല്ല കാര്യം നിൽക്കുക. ബലിയിൽ തൊട്ടവൻ നാളെ സക്കാത്തിൽ തൊടും, ബലിയിൽ തൊട്ടവൻ നാളെ സ്വലാത്തിൽ തൊടും, ബലിയിൽ തൊട്ടവൻ നാളെ സഅയിൽ തൊടും, ബലിയിൽ തൊട്ടവൻ നാളെ ഹജ്ജിൽ തൊടും, നാളെ ഉംറയിൽ തൊടും. അള്ളാഹുവിന്റെ ദീനിനെ വളരെ കൃത്യതയുള്ള, വ്യക്തതയുള്ള, ഘടനയുള്ള, ലക്ഷ്യങ്ങളുള്ള, പരിപാടികളുള്ള, നിയമമുള്ള,
ആദർശമുള്ള, അഖീദയുള്ള, ശരീഅത്തുള്ള, അഹ്കാമുകളുള്ള, ഫറായിലുകളുള്ള, സുന്നത്തുകളുള്ള, വളരെ കൃത്യതയും വ്യക്തതയുമുള്ള അള്ളാഹുവിന്റെ ദീനിനെ അലങ്കോലപ്പെടുത്തുവാൻ പലതരം ശ്രമങ്ങൾ നമ്മുടെ ലോകത്ത് പലതരം ലോബികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ലോബികളുടെ ശ്രമങ്ങളിൽപ്പെട്ട കുൽസിത വൃത്തികളിൽപ്പെട്ട പലതരം കുൽസിത വൃത്തികളിൽപ്പെട്ട ഒരു കുൽസിത വൃത്തിയാണ് ബലിയെ സംശയത്തിന്റെ മുന്നിൽ നിർത്തുന്ന ശ്രമം. ബലിക്കെതിരെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു ക്രൂരതയാകുന്നതാണ്. ജീവൻ പോക്കിക്കളയുന്നു എന്നാണ്. ജീവൻ പോക്കിക്കളയുന്നു. ഈ ജീവൻ പോക്കിക്കളയുന്നു എന്ന് പറയുന്നത് കേട്ടാൽ തോന്നും ഈ ജീവൻ ഇവൻ എവിടുന്നോ കിട്ടിയ സാധനം. ദൈനംദിനം നമ്മുടെ ലോകത്തൊരു കൂട്ടക്കൊല നടക്കുന്നുണ്ട്. അതും ജീവൻ പോക്കല. അതെന്താ അറിയോ? മുക്കുവന്മാർ കടലിൽ പോയി മീൻ പിടിക്കുന്നു. അപ്പൊ മുക്കുവന്മാർ കടലിൽ പോയി ദൈനംദിനം കൂട്ടക്കൊല നടത്തുന്നുണ്ട്. ആരും ഇതിനെ പ്രശ്നവൽക്കരിച്ചിട്ടില്ല. അത് മുക്കുവന്മാരുടെ ഒരു ജോലി, മഹത്തായ ഒരു വരുമാന മാർഗം, രാജ്യത്തിന്റെ തൊഴിൽ മേഖലകളിലെ സുപ്രധാനമായ ഒരു മേഖല, നാട്ടുകാരുടെ തീന്മേശയിലെ രുചികരമായ ഒരു വിഭവം, കല്യാണത്തിൽ, ഹോട്ടൽ വ്യവസായത്തിൽ, സൽക്കാരത്തിൽ ഒക്കെ വലിയ പങ്കാളിത്തം വഹിക്കുന്ന ഒരു ഭക്ഷ്യ വിഭവം എന്നതിനപ്പുറം ദൈനംദിനം നമ്മുടെ കടലുകളിൽ കൂട്ടക്കൊല നടത്തുന്നുണ്ട്. ആലോചിക്കണം, ചിന്തിക്കണം എന്ന് ആരും ഇതുവരെ പറയുന്നത് ആരും കേട്ടിട്ടില്ല. ഒരു വശം. മറ്റൊരു വശമുണ്ട്. ഈ മീനും തിന്നുന്നില്ല, ഇറച്ചിയും തിന്നുന്നില്ല, പച്ചക്കറി മാത്രമേ തിന്നുന്നുള്ളൂ എന്നതാണ് കാരുണ്യ, ജീവകാരുണ്യ, ദയാ, സഹാനുഭൂതി ഭക്ഷണവാദികളുടെ നിലപാടെങ്കിൽ വെണ്ടക്കേന്റെ അടിയിൽ കത്തിവെച്ചാൽ പിന്നെ വെണ്ട ഉണ്ടാവില്ല. കാരണം എന്താ? ജീവൻ പോകും. ജീവൻ ഉള്ളത് കൊണ്ടാ വെണ്ടക്ക ചെടിയിൽ വെണ്ട ഉണ്ടാകുന്നത്. ജീവൻ ഉള്ളത് കൊണ്ടാ തെങ്ങിൽ ഇളനീർ ഉണ്ടാവുന്നത്. ജീവൻ ഉള്ളത് കൊണ്ടാ പ്ലാവിൽ ചക്ക കായ്ക്കുന്നത്. ഈ ജീവനുള്ള വെണ്ടക്കയും ഈ ജീവനുള്ള ചക്കയും മാങ്ങയും ഒക്കെ അറുത്തെടുക്കുവാൻ പ്രത്യേകിച്ച് കാരുണ്യ സിദ്ധാന്തങ്ങളൊന്നും ആവശ്യമില്ലാതിരിക്കുക. പറയുന്നതിന്റെ ചുരുക്കം എന്താണ് എന്ന് ചോദിച്ചാൽ, ബലിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജീവകാരുണ്യ സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു നിമിഷം നിലനിൽക്കാത്ത പൊട്ടൻ വാദമാണ്. ഈ പൊട്ടൻ വാദങ്ങളിലൊക്കെ പെട്ടുപോയി. ശരിയല്ലേ? അങ്ങനെയല്ലേ? ഒരു ദിവസം എത്ര ചോരയാ, ഒരു ദിവസം എത്ര ജീവനാ, എത്ര മൃഗങ്ങളെയാണ് കൊന്നുകളയുന്നത്. ഇത് കേട്ടാൽ തോന്നും ലോകത്തിലെ മുഴുവൻ മൃഗങ്ങളും സ്വാഭാവിക മരണം പ്രാപിച്ചു. അവരെയൊക്കെ കബറടക്കുവാനുള്ള ധാരാളക്കണക്കിന് സിസ്റ്റം ക്രമീകരിച്ചു, അതിനൊക്കെ ആവശ്യമായ ശ്മശാനങ്ങൾ സംവിധാനിച്ചു. അങ്ങനെ ലോകത്തിലെ സർവ്വജീവജാലങ്ങളും മനുഷ്യനെ പോലെ പ്രായമാകുമ്പോൾ മരിക്കുകയും അതിനെ സംസ്കരിക്കുകയും അതിനുവേണ്ടി ശ്മശാനങ്ങൾ സെറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ടീം ഇവിടെയുണ്ട്. യുക്തിശൂന്യമായ, അർത്ഥശൂന്യമായ, പ്രകൃതി വിരുദ്ധമായ, പ്രകൃതിയിൽ നിലനിൽക്കുന്ന ഭക്ഷണ സിസ്റ്റത്തെ കുറിച്ചുള്ള പ്രാഥമിക വിജ്ഞാനമില്ലാത്ത വാദമാണ് ബലിവിരുദ്ധ പ്രഭാഷണങ്ങളും വാദങ്ങളും എന്ന് പറയുന്നത്. പ്രാഥമിക വിജ്ഞാനമില്ലാത്ത വാദമാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഈ കാരുണ്യം നടപ്പിലാക്കുവാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരും? കാട്ടിലെ ചെറുമൃഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വൻമൃഗങ്ങളെ കൊന്നുകളയണം. നാട്ടിലേക്ക് വന്ന് മനുഷ്യനെ കൊന്നുകളയുന്ന കടുവയെ പോലും കൊല്ലാൻ പാടില്ല എന്നാണ് മറ്റൊരു നിയമം. അവിടെ കാരുണ്യമില്ല. കടുവ ജീവിക്കുന്നത് കടുവയേക്കാൾ ചെറിയ, ബലം കുറഞ്ഞ, ആരോഗ്യം കുറഞ്ഞ, ശേഷി കുറഞ്ഞ, ആക്രമണശേഷി കുറഞ്ഞ മൃഗങ്ങളെ ഭക്ഷിച്ചുകൊണ്ടാണ്. സസ്യങ്ങൾ വളരുന്നത് ഭൂമിയിലെ ജീവനെ ആഹരിച്ചുകൊണ്ടാണ്. ഭൂമിക്ക് സ്വയമേ ഒരു ജീവനുണ്ട്. ഭൂമിയിലെ മണ്ണിന് ജീവനുണ്ട്. ജീവത്തായ മണ്ണിൽ അതിന്റെ ജീവാംശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ചെടികൾ വളരുന്നത്. ഒരു ചെടി കഷ്ണം വെച്ച് മുറിച്ചിട്ട് തറച്ചിട്ട് വളമാകുമ്പോഴാണ് മറ്റൊരു ചെടി വളരുന്നത്. ജീവനുള്ളത് തന്നെയാണ് എല്ലാ ജീവജാലങ്ങളും ഭക്ഷിക്കുന്നത്. ജീവനില്ലാത്തതിനെയല്ല. കല്ല് നിന്നിട്ടല്ല മനുഷ്യൻ ജീവിക്കുന്നത്. മരക്കഷ്ണങ്ങൾ, ഉണങ്ങിയ ചണ്ടുചവറായ മരക്കഷ്ണങ്ങൾ തിന്നിട്ടല്ല മനുഷ്യൻ ജീവിക്കുന്നത്. ഭൂമിയിൽ ഒന്നും ജീവിക്കുന്നത് ജീവനില്ലാത്തതിനെ തിന്നിട്ടല്ല. ഓരോ ജീവനും മറ്റൊരു ജീവനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഈ ഭൂമുഖത്ത്
മാംസാഹാരം എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായ ഒരു ആഹാരമാകുന്നു എന്നുള്ളത് ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട, മനുഷ്യനുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ടാണല്ലോ ജീവജാലങ്ങളുടെ അകത്ത് തന്നെ 2 വിഭാഗം ജീവജാലങ്ങളുണ്ട് എന്ന് ശാസ്ത്രം തന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. സ്കൂളിലെ കുട്ടികളോട് ചോദിക്ക്, സസ്യബുക്കുണ്ട് മാംസബുക്കുണ്ട് എന്നാണ്. സസ്യമാഹരിച്ചു വളരുന്ന ജീവജാലങ്ങളും ലോകത്തുണ്ട്, മാംസം ആഹരിച്ചു വളരുന്ന ജീവജാലങ്ങളും ലോകത്തുണ്ട്. അപ്പോൾ ബലിക്കെതിരെയുള്ള കാരുണ്യ സിദ്ധാന്തം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിനെതിരെയുള്ള ഒരു ഗൂഢ സിദ്ധാന്തം മാത്രമാണ്. അതിന്റെ വക്താക്കളായിട്ട് ചിലപ്പോൾ വിവരം കേട്ട ചില മൗലവിമാരും രംഗത്ത് വരുന്നുണ്ട് എന്നത് അവരെ കുഫറിന്റെയും ശിർക്കിന്റെയും ഏജന്റുമാർ കൈവശം വെച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ് മാത്രമാണ്. ബലിയുടെ ചൈതന്യം ഉൾക്കൊണ്ടാൽ മതി, ബലി വേണ്ടതില്ല എന്നാണ് മറ്റൊരു വാദം. ഈ ബലിയും ബലിയുടെ ചൈതന്യവും രണ്ടും അള്ളാഹു പഠിപ്പിച്ചതാണ്. ബലിയുടെ ലക്ഷ്യം ഉൾക്കൊണ്ടാൽ മതി, ബലി വേണ്ടതില്ല എന്നാണ് പുതിയ വാദം. ഇത് പറയുന്നത് കേട്ടാൽ തോന്നുക ഈ പറയുന്നവൻ കണ്ടുപിടിച്ചതാണ് ഈ ചൈതന്യം എന്നാണ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബലിയെക്കുറിച്ചും ബലിയുടെ ചൈതന്യത്തെക്കുറിച്ചും നമ്മെ പഠിപ്പിച്ചത് അള്ളാഹു തന്നെയാണ്. രണ്ടും പഠിപ്പിച്ചത് അള്ളാഹു പഠിപ്പിച്ചതിൽ ഒന്നെടുക്കുക, മറ്റൊന്ന് തട്ടുക എന്ന് പറയുന്നതും കുഫ്റാണ്. ഇബാദത്തുകളുടെ ചൈതന്യം ഉണ്ടായാൽ മതി, ഇബാദത്ത് വേണ്ടതില്ല. ഹജ്ജിന്റെ ലക്ഷ്യം ഉൾക്കൊണ്ടാൽ മതി, ഹജ്ജ് വേണ്ടതില്ല. നോമ്പിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാൽ മതി, നോമ്പ് തന്നെ വേണമെന്നില്ല. ബലിയുടെ ലക്ഷ്യം ഉൾക്കൊണ്ടാൽ മതി, ബലി തന്നെ വേണമെന്നില്ല എന്നാണ് ഒരാൾ പറയുന്നതെങ്കിൽ അതും ശിർക്കിന്റെയും കുഫ്രിന്റെയും ഭാഗമാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും പഠിപ്പിച്ചത് അള്ളാഹുവാണ്. ബലിമൃഗങ്ങൾ അള്ളാഹുവിന്റെ ചിഹ്നം എന്ന നിലക്കാണ് അള്ളാഹു അതിനെ പരിഗണിച്ചിരിക്കുന്നത്. ബലിമൃഗങ്ങളിൽ എന്തൊക്കെ ഹയറുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ബലി ഇറക്കുന്നത് വരെ ഉപയോഗപ്പെടുത്താം. യാത്ര ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ യാത്ര ചെയ്യാം. മറ്റു നിലക്ക് പ്രയോജനമുണ്ടെങ്കിൽ അതെടുക്കാം. ബലി നടക്കുന്നത് വരെ അതിന്റെ വളം നിങ്ങൾക്ക് വളത്തിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കാം, അതിന്റെ മൂത്രം നിങ്ങൾക്ക് മൂത്രാവശ്യത്തിന് ഉപയോഗിക്കാം. പിന്നെ അറക്കേണ്ട സമയം എത്തിയാൽ അർത്തോ. അറുത്ത് വീണ് കഴിഞ്ഞാൽ തിന്നണം. ചൈതന്യം തിന്നാൻ കഴിയും. ബലി വേണ്ടതില്ല, ചൈതന്യം മതി. ബലി വേണ്ടതില്ല, ബലിക്കാശ് വീടുണ്ടാക്കാനോ പറമ്പ് വാങ്ങാനോ കുട്ടികൾക്ക് ഫീസായിട്ടോ മദ്രസ ഉണ്ടാക്കാനോ വഴി ഉണ്ടാക്കാനോ റോഡ് വെട്ടാനോ കിണർ വെട്ടാനോ കൊടുത്താൽ മതി. ബലിമൃഗത്തെ അറുക്കുകയും അറുത്ത് ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ബലിമാംസം നിങ്ങൾ ഭക്ഷിക്കണം. ബലി മൃഗമുണ്ടാകാം എന്നത് അള്ളാഹുവിന്റെ വ്യവസ്ഥയാണ്. ബലിമൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെച്ച് ജീവൻ കളയാനോ അള്ളാഹുവിന്റെ വ്യവസ്ഥയാണ്. ആ ബലിമാംസം തിന്നണം എന്നതും അള്ളാഹുവിന്റെ വ്യവസ്ഥയാണ്. സംതൃപ്തികരമായി ജീവിക്കുന്നവനെയും അത് തീറ്റ, ബുദ്ധിമുട്ടി ജീവിക്കുന്നവനെയും അത് തീറ്റ. മറ്റു സദക്ക പോലെയല്ല. സദക്കയുമുണ്ട്, ഹദിയയുമുണ്ട് ബലിയിൽ. പാവപ്പെട്ടവർക്ക് മാത്രമല്ല ബലിമാംസം. അതുകൊണ്ടാണ് 3-1 സദക്ക എന്നും 3-1 ഹദിയ എന്നും പണ്ഡിതന്മാർ വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും കൊടുക്കാം. എല്ലാവർക്കും കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ കണ്ടീഷൻ ഉലമാക്കന്മാർ വെച്ചതാണ്. 3-1 അറുക്കുന്നവൻ തന്നെ എടുത്തോ, 3-1 കൂട്ടക്കാർക്കും ബന്ധുക്കാർക്കും കുടുംബക്കാർക്കും അയൽവാസികൾക്കും ഹദിയായിട്ട് കൊടുത്തോ. പാവപ്പെട്ടവനാവണമെന്നില്ല, 3-1 സദഖയായിട്ട് കൊടുത്തോ. നിങ്ങളുടെ ശുക്ർ അള്ളാഹുവിനെ രേഖപ്പെടുത്താനുള്ള മാർഗത്തിൽപ്പെട്ട ഒരു മാർഗമാണ് ബലി. എന്നിട്ട് അള്ളാഹു തന്നെയാണ് പഠിപ്പിച്ചത് ബലി അറുക്കുന്നത് അള്ളാഹ്ക്ക് ഇറച്ചി കിട്ടാനല്ല, ബലി അറുക്കുന്നത് പടച്ചോനോ മലക്കുകൾക്കോ ചോര പിടിക്കാനല്ല. ബലി അറുക്കുന്നതിലൂടെ നിങ്ങളുണ്ടായിത്തീരുന്ന തഖ്വക്കാണ് ഞാൻ സമ്മാനം തരാൻ പോകുന്നത്. ഞാൻ കൽപ്പിച്ചത് പ്രകാരം ബലിയറുക്കുന്നു, നല്ല മൃഗങ്ങളെ ബലിയറുക്കുന്നു. ബലിമൃഗത്തിന്റെ ഒന്നും തന്നെ വിൽക്കുന്നില്ല, എല്ലാം ദാനം ചെയ്യുന്നു.
അനുവദിക്കപ്പെട്ടത് ഞാൻ ആഹരിക്കുന്നു, ബാക്കിയെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ നീക്കിവെക്കുന്നു. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അറുക്കുന്നു. അള്ളാഹു നിശ്ചയിച്ച മൃഗത്തെ അറുക്കുന്നു. കഴുത്തിൽ കത്തിവെച്ച് അറുക്കുന്നതിന് മറ്റൊരു ന്യായം, മറ്റൊരു യുക്തി, മറ്റൊരു കാരുണ്യബോധമൊന്നും തന്നെ എന്നെ തടയുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മൃഗത്തെ വാങ്ങി ബലിയറുക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അറുക്കുന്നു. ആടാണെങ്കിൽ 1 വയസ്സുള്ള ആടിനെ ഞാൻ ഒറ്റക്ക് അറുക്കുന്നു. പോത്തോ കുട്ടനോ ആണെങ്കിൽ ഒറ്റക്ക് സാധ്യമല്ലെങ്കിൽ 7 പേർ ഷെയർ ചേർന്നുകൊണ്ട് അറുക്കുന്നു. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച വ്യവസ്ഥയ്ക്ക് വിധേയമായി അറുക്കുമ്പോൾ അത് തഖ്വയായി മാറും. ഒപ്പം ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന അന്യായങ്ങൾ, അധർമ്മങ്ങൾ, വേണ്ടാദിനങ്ങൾ, അനാവശ്യങ്ങളൊക്കെ അറുത്തു മാറ്റുക എന്ന നിയ്യത്ത് ഞാൻ വെക്കുന്നു. ഒരു മൃഗത്തിന്റെ ഉടലിൽ നിന്ന് തല വേർപെടുക എന്നത് പ്രതീകാത്മകമായ ഒരു കർമ്മമാണ്. എന്റെ ജീവിതത്തിൽ നിന്ന് സ്വാർത്ഥത, എന്റെ ജീവിതത്തിൽ നിന്ന് അസൂയ, എന്റെ ജീവിതത്തിൽ നിന്ന് സത്യസന്ധത കുറവ്, എന്റെ ജീവിതത്തിൽ നിന്ന് അല്ലാഹുവിനേക്കാൾ എനിക്ക് എന്റെ ഇണകളോടോ മക്കളോടോ വീടിനോടോ താല്പര്യങ്ങളോടോ കച്ചവടങ്ങളോടോ ഭൗതികാസക്തികളോടോ ഉള്ള സ്നേഹം, ഇതിനെല്ലാം ഞാൻ അറുത്ത് കളയുന്നു. ഒരു അറുത്ത് കളയലാണ്. ഈ അറുത്ത് കളയൽ എന്ന ബോധമാണ് തഖ്വ. ബോധം മതി, അറിവ് വേണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീന് അങ്ങട്ട് പഠിപ്പിക്കലാണ്. അള്ളാഹിന്റെ ദീന്, അള്ളാഹിനെ അങ്ങട്ട് പഠിപ്പിക്കൽ കുഫ്റാണ്, ശിർക്കാണ്. ആർക്കെങ്കിലും അങ്ങനെ ഒരു ദീൻ ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോ, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ദീനുൽ ഇസ്ലാം എന്നതിന് പേരിടരുത്. അങ്ങനെ ഒരു ദീൻ ഉണ്ടാക്കാനുള്ള ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധി ഉപയോഗിച്ച് പറ്റിയ പേരും കണ്ടുപിടിക്കാമല്ലോ. അതിനപ്പുറം പടച്ചവന്റെ ദീന് കൊണ്ട് കളിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞത് പ്രകാരം, അവൻ വ്യവസ്ഥപ്പെടുത്തിയത് പ്രകാരം, അവൻ നിശ്ചയിച്ചത് പ്രകാരം, അവന്റെ ഒടുവിലത്തെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത് പ്രകാരം, അവന്റെ ഒടുവിലത്തെ റസൂലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം കൊണ്ട് മാതൃക കാണിച്ചത് പ്രകാരം ദീനനുസരിച്ച് ജീവിക്കുവാനും അതിന്റെ ഗുണം ഇഹലോകത്തും പരലോകത്തും നേടിയെടുക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൻ വജദ സഅത്തൻ വലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാന. ഒരാൾക്ക് ബലിയറുക്കാനുള്ള ചുറ്റുപാടുണ്ട്, ബലിയറുക്കാൻ ഒരുങ്ങുന്നില്ല, എന്നാ പിന്നെ പെരുന്നാൾ നിസ്കരിക്കാനും വരണ്ട എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടാണ് ചെറിയ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി വരേണ്ടത്. ഫിത്ർ സക്കാത്ത് ഇല്ലെങ്കിൽ ഈദുൽ ഫിത്ർ ഇല്ല. ബലിയറുക്കാൻ തീരുമാനിച്ചിട്ടാണ് ബലിപെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി വരേണ്ടത്. ബലി ഇല്ലെങ്കിൽ ബലിപെരുന്നാളില്ല. എന്നാൽ സഅത്തില്ല. ഒരു ബലിവർഗത്തെയോ ഒരു ബലിവർഗത്തിന്റെ ഷെയറോ ഒരാടിനെ ഒരാൾ സ്വന്തമായി അറുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും മികച്ച ബലി. ഞാൻ എനിക്ക് വേണ്ടി, അഥവാ എന്റെ ചിലവിൽ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടി, എന്റെ നഫക്കയിൽ ഞാൻ ചെലവ് കൊടുത്ത് പോറ്റേണ്ട എല്ലാവർക്കും വേണ്ടി ഞാനൊരു ആടിനെ വാങ്ങി ബലിയിറക്കുന്നു എന്നൊരാൾ തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക്, ഷെയറല്ല, ഒരാട്. അതാണ് ഏറ്റവും മികച്ച ബലി. അങ്ങനെ സാധിക്കാത്ത ആളുകൾക്ക് വലിയ മൃഗങ്ങളെ, പോത്ത് കുട്ടൻ എന്നൊക്കെ പറയുന്ന മൃഗങ്ങളിൽ ഷെയർ ആകാം. മാക്സിമം 7 മേലെ പോകാൻ പാടില്ല. താഴോട്ട് 5 ആകാം, 6 ആകാം, 4 ആകാം, 2 പേർക്കാകാം, പക്ഷെ മാക്സിമം 7. ഈ രീതിയിലാണ് ബലിയുടെ നിബന്ധന വെച്ചിരിക്കുന്നത്. ബലിമാംസം ഭക്ഷിക്കുക വളരെ മികച്ച സംഗതിയാണ്. സ്വന്തമായിട്ട് അറുക്കുക അതും വളരെ ഫضലുള്ള കാര്യമാണ്. പക്ഷെ ഇതൊന്നും ഷർത്തല്ല. കാരണം പ്രത്യേകിച്ചും ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് ബലിയിറക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. സമ്പന്നരായ മനുഷ്യർ ഒരു സ്ഥലത്തും ദരിദ്രരായ മനുഷ്യർ വേറെ സ്ഥലത്തും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ബലിയുടെ സ്ഥലമൊക്കെ മാറ്റേണ്ടി വരും. നമ്മുടെ നാട്ടിൽ തന്നെ കോഴിക്കോട് ജില്ലയേക്കാൾ ദരിദ്രമാണ് വയനാട് ജില്ല, കേരളത്തെക്കാൾ ദരിദ്രമാണ് ബീഹാർ, ഇന്ത്യയേക്കാൾ ദരിദ്രമാണ് നേപ്പാൾ എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ബലിവർഗങ്ങളെ വിന്യസിക്കാവുന്നതാണ്. ആ വിന്യാസത്തിന് തടസ്സമുള്ള ഷർത്തല്ല സ്വന്തമായി അറുക്കണമെന്നതും ബലിമാംസം ഭക്ഷിക്കണമെന്നതും. അത് ഫളലാണ്, ഷർത്തല്ല, മെച്ചപ്പെട്ട കാര്യമാണ്. ഷർത്ത് നമ്മുടെ പണം ചെലവഴിക്കലും, ആടാണെങ്കിൽ ഒറ്റയ്ക്ക് ചെലവഴിക്കലും, വലിയ മൃഗങ്ങളാണെങ്കിൽ ഷെയർ 7 പരിമിതപ്പെടുത്തലും ഒക്കെയാണ് ഷർത്ത്. ആ ഷർത്ത് പാലിച്ചുകൊണ്ട് വിശാലതയുള്ളവൻ, ബലിമൃഗത്തെ വാങ്ങുവാനുള്ള പണം ചെലവഴിക്കുവാൻ കഴിവുള്ളവൻ ബലി അറുത്തിരിക്കണം എന്നത് തന്നെയാണ് വ്യവസ്ഥ. 4 മദ്ഹബിലും അത് സുന്ന മുഅക്കദയാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിൽ അത് വാജിബാണ്. ഹനഫികൾ തിങ്ങി താമസിക്കുന്ന പ്രദേശത്തുകൂടെ സഞ്ചരിക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ ഒരുങ്ങുക, മഹലടിസ്ഥാനത്തിൽ ഒരുങ്ങാം, വ്യക്തിപരമായിട്ട് ഒരുങ്ങാം, മഹലിന്റെ അകത്ത് ബലിയിറക്കാൻ വേണ്ടി ഒരുങ്ങാം.
മഹലിന്റെ പുറത്ത് ബലിയിറക്കാൻ വേണ്ടി ഒരുങ്ങാം. കേരളത്തിൽ ബലിയിറക്കാം, കേരളത്തിന്റെ പുറത്ത് ബലിയിറക്കാം, ഇന്ത്യയുടെ പുറത്ത് ബലിയിറക്കാം. ഇതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ലോകത്ത് നിന്ന് നിലവിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ ഭാഗമായി നമുക്ക് നിശ്ചയിച്ചു തന്ന ആ ബലികർമ്മം, ഹജ്ജിനോടനുബന്ധിച്ച് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നിർവഹിക്കേണ്ട ആ മഹത്തായ ഇബാദത്ത്, അതിന്റെ എല്ലാ ശുറൂത്തുകളും എല്ലാ ഫളായിലുകളും തഖ്വയുടേതായ എല്ലാ ഉള്ളടക്കങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുവഴി അള്ളാഹുവിന്റെ ദീനിന്റെ സാക്ഷികളായി മാറുവാൻ, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നവരായി മാറുവാൻ, അള്ളാഹുവിന്റെ അടയാളങ്ങൾ ആദരിക്കുന്നവരായി മാറുവാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.